അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും എന്തിനായാലും സോഷ്യൽ മീഡിയയിൽ എന്തിലായിരുന്നാലും ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്കൊരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി വേണം. ഇപ്പോൾ ഒരു ഇമെയിൽ ഐ ഡിയൊക്കെ തുടങ്ങണമെങ്കിൽ തന്നെ ഒരു ഫോൺ നമ്പർ വേണം. എന്നാൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങി നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അത്രയും ടൈം എടുക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ഒരു നമ്പറിൻ്റെ സഹായമില്ലാതെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ എന്നത്തെ പോലെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പ് മെയിൽ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഇമെയിൽ ഐഡീസ് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ചേഞ്ച് കോപ്പി എന്ന് രണ്ട് ഓപ്ഷനായി കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചേഞ്ച് കൊടുത്താൽ നമ്മുടെ ആദ്യത്തെ ഇമെയിൽ ഐ ഡി മാറി പുതിയതൊരെണ്ണം ഇങ്ങനെ ചേഞ്ച് കൊടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നും ഒരു ഇമെയിൽ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിനിമൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇവിടെ സൈനപ്പ് എല്ലാ സാധാ എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങുന്നത് അതുപോലെ കൊടുക്കുക. ഇവിടെ സൈനപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇമെയിൽ ഐ ഡി ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോപ്പി ചെയ്ത ഇമെയിൽ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എടുത്ത് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫുൾ നെയിം എന്താണോ അത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫുൾ നെയിം എന്താണോ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ഇവിടെ എൻ്റർ ചെയ്തു. അടുത്ത് നമുക്ക് എന്താണോ പാസ്വേഡ് കൊടുക്കേണ്ടത് അതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഫേസ്ബുക്കുമായിട്ട് കണക്റ്റ് ചെയ്യണം. ഞാനിവിടെ ജസ്റ്റ് സ്കിപ്പാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഒന്ന് ഓപ്ഷൻ കൊടുക്കാം. ഇനി ആഡ് ഫോട്ടോ, ഞാനിവിടെ ജസ്റ്റ് സ്കിപ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് സക്സസ് ആയിട്ട് ഇവിടെ ആഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ വെരിഫൈ ആയിട്ടില്ല. അതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ നേരത്തെ ഓപ്പൺ ആക്കിയ ടെമ്പ് മെയിലിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും ഒരു നോട്ടിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ക്രോം തന്നെ ഇവിടെ കൊടുത്ത് ജസ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇമെയിൽ ഇവിടെ ഓപ്പൺ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു മെയിൽ ഇവിടെ കിടക്കുന്നതായിട്ട് ഇൻബോക്സിൽ കാണാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഏതിലോട്ടായിട്ട് ലോഗിൻ ആക്കി കാണിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് കൊടുക്കാം. ഇനി കുറച്ച് ടൈമായി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇമെയിൽ ഐ ഡി സക്സസ് ആയിട്ട് രജിസ്റ്റർ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഒരു നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ജസ്റ്റ് നമുക്കൊരു ഇമെയിൽ, അതായത് ഒരു ടെമ്പററി ഇമെയിൽ വെച്ച് നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.